8ാം ശമ്പള കമ്മീഷൻ പഠനം തുടങ്ങിയ സാഹചര്യത്തിൽ ശമ്പളം കൂട്ടിക്കിഴിക്കാൻ തുടങ്ങി കേന്ദ്ര സർക്കാർ ജീവനക്കാർ. വലിയ രീതിയിലുള്ള മാറ്റം ശമ്പളത്തിൽ വരുമെന്നാണ് റിപ്പോർട്ടുകൾ. 8ാം ശമ്പള കമ്മീഷൻ പഠനം തുടങ്ങിയ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർ തങ്ങളുടെ ശമ്പളം കൂട്ടിക്കിഴിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള മാറ്റം ശമ്പളത്തിൽ വരുമെന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. 50 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 69 ലക്ഷം പെൻഷൻകാർക്കും അവരുടെ പ്രതിമാസ വരുമാനം കൂടും. മുൻ ജസ്റ്റിസ് രഞ്ജന ദിശായുടെ അധ്യക്ഷതയിലാണ് 8ാം ശമ്പള കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. അടിസ്ഥാന ശമ്പളം എത്ര നൽകണം, അലവൻസ്, പെൻഷൻ എന്നിവ സംബന്ധിച്ച് കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകും. 18 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഫിറ്റ്മെന്റ് ഫാക്ടറാണ് ശമ്പള വർധനവ് നിർണ്ണയിക്കുന്നതിൽ നിർണായകം. ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാണെന്ന് കമ്മീഷൻ നിർണ്ണയിക്കും. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിക്കുന്ന വേളയിലാണ് ഇത് എത്രയാണ് എന്ന് വ്യക്തമാകുക. നിലവിലെ സാമ്പത്തിക വിപണി സാഹചര്യം പരിശോധിച്ചാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ എത്ര വേണമെന്ന് കമ്മീഷൻ തീരുമാനിക്കുന്നത്. 1.86നും 2.57നും ഇടയിലായിരിക്കും ഫിറ്റ്മെന്റ് ഫാക്ടർ എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 18,000 രൂപയാണ്. ഫിറ്റ്മെന്റ് ഫാക്ടർ 1.83 കണക്കാക്കിയാൽ ഇത് 32,940 രൂപയായി ഉയരും. ഫിറ്റ്മെന്റ് ഫാക്ടർ 2.46 കണക്കാക്കിയാൽ അടിസ്ഥാന ശമ്പളം 44,280 രൂപയായി ഉയരും. അതുകൊണ്ട് തന്നെ ഫിറ്റ്മെന്റ് ഫാക്ടർ എത്രയാണ് എന്നതും നിർണായകമാണ്. ഏറ്റവും കുറഞ്ഞ 14%, ഏറ്റവും കൂടിയത് 54% വരെ ശമ്പളത്തിൽ ഉയർച്ച വരുമെന്നാണ് അംബിത് ക്യാപിറ്റലും വിലയിരുത്തുന്നത്. 54% വർധനവ് വരുത്തിയാൽ സർക്കാരിന് വലിയ ബാധ്യത വരും. അതുകൊണ്ട് തന്നെ അത്രയും വർധനവ് വന്നേക്കില്ല എന്ന വിലയിരുത്തലുമുണ്ട്. അടിസ്ഥാന ശമ്പളം പരിശോധിച്ചാണ് മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തീരുമാനിക്കുക. അടിസ്ഥാന ശമ്പളം, DA, HRA, TA എന്നിവയെല്ലാം ചേരുന്ന തുകയാണ് ജീവനക്കാർക്ക് പ്രതിമാസം ലഭിക്കുക. HRAയും TAയും ജോലി ചെയ്യുന്ന സ്ഥലത്തിനനുസരിച്ച് മാറ്റം വന്നേക്കാം. അടിസ്ഥാന ശമ്പളത്തിന്റെ 24% HRA നൽകുക. കാലാവധി അവസാനിക്കുന്ന 7ാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി അടിസ്ഥാന ശമ്പളത്തിന്റെ 58% DA നൽകിയിരുന്നത്. ന്യൂസ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.